അപ്പോൾ നമുക്കിന്ന് സിംഗിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ 4 പ്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം ചെയിൻ സ്റ്റിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടാം. അപ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 1 2 3 4 5 6 7 8 9 10. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യം 10 ആണെങ്കിൽ ഒന്നുകൂടി എക്സ്ട്രാ ചെയ്യണം. അപ്പോൾ 11 നിങ്ങൾ 10 കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ 11 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ തിരിച്ച് ഈ 11ാമത്തെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ എടുക്കണ്ട. ഈ 10ാമത്തെ സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ലൂപ്പ് കിട്ടി, കണ്ടോ? 2 ലൂപ്പ്. ഇനി ഈ 2 ലൂപ്പിലും കൂടെ ചേർത്ത് ഇതിങ്ങനെ എടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ 10ാമത്തതിൽ ചെയ്തു. ഇനി 9ാമത്തതിൽ ഇതിനെ ഇങ്ങനെ വലിച്ചിങ്ങ് എടുക്കണം. ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 ലൂപ്പ് കിട്ടി. ഇനി യാൺ ഓവർ ചെയ്യാം. ഈ 2 ലൂപ്പിൻ്റെയും അകത്തുകൂടി ഇങ്ങ് എടുക്കണം. കണ്ടോ? ഇനി അതുപോലെ അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ കൂടി യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പ് ഇങ്ങ് വലിച്ചെടുത്തിട്ട് നമുക്ക് 2 ലൂപ്പ് കിട്ടി. ഇനി യാൺ ഓവർ ചെയ്യാം. ആ 2 ലൂപ്പിൻ്റെയും അകത്തുകൂടി അടുത്ത് വലിച്ചെടുക്കണം. വീണ്ടും നോക്കിക്കോളി. ഇനി അതിൻ്റെ അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ കൂടി തന്നെ യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ വലിച്ച് 1 ലൂപ്പ് കൂടെ കിട്ടി. നമുക്ക് 2 ലൂപ്പായി. ഇനി യാൺ ഓവർ ചെയ്യാം. ആ 2 ലൂപ്പിൻ്റെയും അകത്തുകൂടി ഇങ്ങനെ എടുക്കണം. ഒന്നുകൂടി കാണാം. ഈ ലൂപ്പിൽ കൂടി ഇങ്ങനെ അകത്ത് പോയി യാൺ ഓവർ ചെയ്ത് ഈ യാണിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൻ്റെയും അകത്തുകൂടി ഇങ്ങ് പുറത്തെടുക്കണം. ഓക്കെ. ഇനി അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ കൂടി വേണം. അടുത്ത് യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ 2 ലൂപ്പ് കിട്ടി. ഇനി ആ 2 ലൂപ്പിൻ്റെയും അകത്തുകൂടി പുറത്തേക്ക് എടുക്കണം. ഇതുപോലെ ഇങ്ങറ്റം വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടിയും അതുപോലെ ചെയ്യാം. ഇപ്പോൾ നോക്കാം. ഇതിൻ്റെ ഈ സൈഡ് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ് കിട്ടുന്നത്. നമ്മളിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ആദ്യത്തേത് വിട്ടിട്ട് നമ്മൾ ബാക്കിയെല്ലാം സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നമുക്ക് 10 കിട്ടണം. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇത് കൗണ്ട് ചെയ്യണ്ട. അങ്ങനെ 10 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. കറക്റ്റായിട്ട് നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ചെയ്തത് ചെയിൻ സ്റ്റിച്ച്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചിലാണ് ഈ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ചല്ല സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വ്യത്യാസമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ
സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ തന്നെ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാന്നുള്ളത് കാണാം. ഇത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ആദ്യം 11 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ആ 11 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം, നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന്. അത് കൗണ്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ടാകും. 1 2 3 4 5 6 7 8 9 10. ഈ ലൂപ്പ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട. ഈ ലൂപ്പ് 2 ലൂപ്പുണ്ട്, നമുക്കത് കാണാൻ പറ്റും. ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ലൂപ്പാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഇപ്പുറത്തൊരു ലൂപ്പ് കൂടി ഉണ്ട്, ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ്. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ടിലും കൂടി ഇൻസേർട്ട് ചെയ്തിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇത് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.